നോർമലി നമ്മുടെ ഹോസ്പിറ്റലിൽ പല കോഡ്സ് ഉണ്ട്, എമർജൻസിക്ക് വിളിക്കുന്ന പല കോഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന കോഡ്സാണ് കോഡ് ബ്ലൂ, അതായത് മെഡിക്കൽ എമർജൻസി. പേഷ്യന്റ് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുകയാണെങ്കിലോ ബോധം നഷ്ടപ്പെടുകയാണെങ്കിലോ നമ്മൾ നോർമലി കോഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു മെഡിക്കൽ എമർജൻസി കോഡ് വിളിക്കാറുണ്ട്. അതാണ് മിക്കവാറും ഒരു 10 കോഡ് വിളിക്കുകയാണെങ്കിൽ 6-7 കോൾസ് മെഡിക്കൽ എമർജൻസി കോൾസ് ആയിരിക്കും നോർമലി ഒരു ഹോസ്പിറ്റലിൽ സംബന്ധിക്കുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കോഡ് ബ്ലൂവിനേക്കാളും മെഡിക്കൽ എമർജൻസിയെക്കാളും സ്ട്രോക്ക് കോഡുകളാണ് കൂടുതൽ. നമ്മുടെ തന്നെ കോഴിക്കോട് നിമിഷം തന്നെ ഒരു ദിവസം ദിനേന 5-6 കോഡ് സ്ട്രോക്ക് വിളിക്കേണ്ട ഒരു അവസ്ഥയിലാണ്, സാഹചര്യത്തിലാണ് നാം ചെയ്യുന്നത്. അപ്പൊ സ്ട്രോക്ക് എന്ന ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഈ ഒരു രോഗാവസ്ഥ നേരത്തെ മുൻകൂട്ടി അറിയുവാനും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് നടത്തുവാനും ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് ഏതൊരു ആതുര സേവന രംഗത്തുള്ളവരുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. സ്ട്രോക്ക് എന്ന് പറയുന്നത്, സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ടൈമാണ്. ഉടനെ തന്നെ സ്ട്രോക്ക് ആണെങ്കിൽ സ്ട്രോക്കിനെ ഉടനെ തന്നെ ഐഡന്റിഫൈ ചെയ്യാനും ഉടനെ തന്നെ അതിന് പറ്റിയ ചികിത്സ ലഭ്യമാക്കുവാനും സാധിച്ചു കഴിഞ്ഞാൽ, അതായത് 4.5 മണിക്കൂറിന്റെ ഒരു സമയമാണ്, ഒരു വിൻഡോ പീരീഡ് ആണ് വൈദ്യശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ്. ഈ ഒരു 4.5 മണിക്കൂറിനുള്ളിൽ സ്ട്രോക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വിദഗ്ധ ചികിത്സ നൽകുവാനും ആ പേഷ്യന്റിനെ നോർമൽ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും വളരെ എളുപ്പമാണ്. അപ്പൊ ഇതിന് ഒത്തിരി ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ട്, കോർഡിനേഷൻ ആവശ്യമുണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോളജി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോ ഇന്റർവെൻഷൻ, റേഡിയോളജി ഇന്റർവെൻഷൻ, ഇതിന്റെ 4-5 ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ വളരെ നിർബന്ധമായിട്ട് ആവശ്യമാണ്. ഇതിന്റെയൊക്കെ സാഹചര്യത്തിലാണ് നമുക്കറിയാം, സ്ട്രോക്ക് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചോളം സ്ട്രോക്കിന്റെ അവയർനെസ്സിന് വേണ്ടി ഒരുപാട് എഫേർട്സ്, ഒരുപാട് സമയം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ നമ്മൾ ചെലവഴിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലാർക്കെങ്കിലും സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ ആയിരിക്കണം അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അവരെ ഈ പറഞ്ഞ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനുള്ള ഒരു കോൾ എടുക്കുന്നത്. അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, സ്ട്രോക്ക് വന്നു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പല ഹോസ്പിറ്റലുകളിലും ചെന്ന് 4-5 ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും സ്ട്രോക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് എത്തിച്ചേരുന്നത്. അപ്പോഴേക്ക് നേരത്തെ പറഞ്ഞു പോയാൽ 4.5 മണിക്കൂർ എന്ന വിൻഡോ പീരീഡ് കഴിഞ്ഞ് പേഷ്യന്റിന് നമുക്ക് പെട്ടെന്ന് ചികിത്സ കൊടുത്ത് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ലാതാവുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 1.5 വർഷം മുമ്പ് ഞങ്ങൾ ഈ പ്രസ് മീറ്റിൽ തന്നെ RRR എന്ന് പറഞ്ഞ മെഡിക്കൽ ഡിസ്പാച്ച് സിസ്റ്റം ഞങ്ങൾ അവതരിപ്പിച്ചു. RRR എന്ന് പറയുന്നത് ചുരുക്കപ്പേരിൽ റെസ്പോൺസ്, resuscitate and rescue, response, resuscitate. ഇതാണ് RRRന്റെ മുഴുവൻ രൂപം. ഇത് പ്രകാരം നിങ്ങൾ ഒരു സ്ട്രോക്ക് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി എവിടെയായിരുന്നു, ലോകത്ത് എവിടെയായിരുന്നാലും ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ഒരു നമ്പർ ഉണ്ട്, ഒരു മൊബൈൽ നമ്പർ. ആ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ആ കോള് വീഡിയോ കോളായിട്ട് കൺവേർട്ട് ചെയ്യുകയും, ഞങ്ങൾ എമർജൻസി മെഡിസിനിൽ ഇരിക്കുന്ന 24 മണിക്കൂർ സന്നദ്ധരായിരിക്കുന്ന എമർജൻസി ഫിസിഷ്യന്റെ സഹായത്തോടു കൂടി പേഷ്യന്റിനെ ആ വീഡിയോ കോളിലൂടെ അസസ് ചെയ്യാനും എന്താണ് അസുഖം എന്നുള്ളത് വിലയിരുത്തുവാനും ഉടനടി ചികിത്സ ലഭ്യമാക്കുവാനും സാധിക്കും. ഇപ്പൊ സ്ട്രോക്ക് ആണെങ്കിൽ ആ സിംറ്റംസ് അനുസരിച്ച് സ്ട്രോക്ക് കണ്ടുപിടിക്കാനും ഉടനെ തന്നെ സ്ട്രോക്ക് ചികിത്സ ലഭ്യമാക്കാവുന്ന തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക്, ഫെസിലിറ്റീസിലേക്ക് അവരെ ഗൈഡ് ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുവാനും സാധിക്കും.